ജപ്പാനിലോട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ഏജൻസിനൊന്നും എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത് അഡ്മിഷൻ കിട്ടോ ഇല്ലേന്ന് അൺസർട്ടൈൻ ആണ്. ജീവിക്കണമെങ്കിൽ തീർച്ചയായും ലാംഗ്വേജ് വേണം. വർക്കിംഗ് പോപ്പുലേഷൻ കുറവും ഏജ്ഡ് പോപ്പുലേഷൻ കൂടുതലാണ്. പിന്നെ നമ്മളെ ലാംഗ്വേജ് ലെവൽ ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഇന്റേൺഷിപ്സും കാര്യങ്ങളും നല്ല നല്ല പാർട്ട് ടൈം ജോബ്സ് കിട്ടില്ല. ലാംഗ്വേജ് അറിയാത്ത നമ്മൾ ലൈക്ക് ബേസിക് ലെവൽ ആകുമ്പോഴാണ് നമുക്ക് ഈ വെയർ ഹൗസിലൊക്കെ ജോലി ചെയ്യേണ്ടി വരിക. വിസിറ്റിംഗ് വിസയിലാണ് വന്നിട്ടുള്ളത്, അതായത് ടൂറിസ്റ്റ് വിസയിലാണ് ജപ്പാനിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് അഡ്മിഷൻ എങ്ങനെയാണ് ഇനി ചെയ്യാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലോട്ടോ അല്ലെങ്കിൽ ജോബ് വിസയിലോട്ടോ അല്ലെങ്കിൽ ലാംഗ്വേജ് വിസയിലോട്ടോ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ, വിസ സ്റ്റാറ്റസ് അവിടെ എത്തിയതിന് ശേഷം കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇപ്പോൾ കുറച്ച് പാടാണ് ജപ്പാനിലോട്ട് എത്താൻ. അതെ, അല്ലെങ്കിൽ ഇത്ര പൈസ തന്നാൽ നമ്മൾ ജാപ്പനീസ് വിസ റെഡിയാക്കി തരാം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. ആരും പോകരുത്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉള്ളത് നമ്മുടെ റീൽസിലൊക്കെ കുറച്ചും കൂടി വളരെ പ്രശസ്തയായ ഒരു വ്യക്തിയാണ്. ഐ ആം വെരി എക്സൈറ്റഡ് ആളെ ഇന്ന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. കാരണം ജപ്പാൻ്റെ കൾച്ചറും അവിടുത്തെ ഡീറ്റെയിൽസുകളും നമ്മളിങ്ങനെ റീൽസിൽ കണ്ടൊരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. സോ റിസ, വെൽക്കം ടു ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി. താങ്ക് യു ഫോർ ഹാവിങ് മീ. ഓക്കെ, റിസേനെ കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ചൂസ് ജപ്പാൻ? വേറെ കൺട്രീസ് ഉണ്ടായിട്ടും നോർമലി എല്ലാവരും പോകുന്നത് ഇപ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ട് എന്തിന് ജപ്പാൻ ചൂസ് ചെയ്തു? ജപ്പാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഫാമിലി അവിടെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഫാമിലി അവിടെ ഉള്ളതെന്നുള്ളതിലുപരി ജപ്പാനെ പറ്റി നോക്കുമ്പോൾ ഭയങ്കര പീസ്ഫുൾ കൺട്രിയാണ്, യുണീക്ക് കൾച്ചറാണ്, പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്, സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഇതാണ് ജപ്പാൻ. ഓക്കെ, നമ്മുടെ ഇപ്പോൾ DM-ൽ കൂടുതലും വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അതായത് +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ റിസയുടെ ജേണി എങ്ങനെയായിരുന്നു? +2 കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഞാൻ 12th കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏത് കോഴ്സാണ് എടുക്കാൻ പോകണമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗൂഗിളിൽ ഒരുപാട് സെർച്ച് ചെയ്തു, ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണ്, ഇംഗ്ലീഷിൽ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു ഏറ്റവും ടാസ്ക്. കാരണം ജാപ്പനീസിൽ കോഴ്സസ് ഒരുപാട് ജപ്പാനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോഴാണ് നമുക്ക് അതാണ് കിട്ടാൻ ടാസ്കും അതായിരുന്നു വേണ്ടത്. പിന്നീട് ആ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അത് നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ആണ് ചെയ്തത്. ഇപ്പോൾ റിസ പറഞ്ഞു റിസയുടെ ഫാമിലി അവിടെ ഉള്ളത് കൊണ്ടാണ് മെയിനായിട്ടും ജപ്പാൻ ചൂസ് ചെയ്തതെന്ന്. അപ്പോൾ ഇപ്പോൾ ഏജൻസി ത്രൂ പോണതാണോ അതോ ഇൻഡിവിജ്വലി ആയിട്ട് പോകുന്നതാണോ കുറച്ചുകൂടി ബെറ്റർ? ഞാൻ അവിടെ ഫാമിലി ഉണ്ടെങ്കിൽ പോലും ഞാൻ 12th കഴിഞ്ഞ സമയത്ത് ഞാൻ നാട്ടിലും ഫാമിലി അവിടെ ആയിരുന്നു. അപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ തനിയെ തന്നെയാണ് ചെയ്തത്. ഒരു ഏജൻസി ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജപ്പാനിലോട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ഏജൻസിനൊന്നും എനിക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒറ്റയ്ക്ക് ചെയ്തത്. പിന്നെ അതിന് വരുന്നൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് അഡ്മിഷൻ കിട്ടോ ഇല്ലേന്ന് അൺസർട്ടൈൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ലിക്കേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ about 1 year എടുക്കും. അപ്പോൾ ആ ഒരു പീരീഡ് മൊത്തം നമ്മൾ ഒരു അൺസർട്ടൈൻ ആയിട്ട് കിട്ടോ ഇല്ലേ എന്നുള്ള ഒരു ഇതിലിരിക്കണം. അതേസമയം നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അഷ്വേർഡ് ആണ് കിട്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫ് ഓപ്ഷൻ തീർച്ചയായും ഏജൻസിനെ ത്രൂ പോകുന്നതാണ്. ഈ ജപ്പാനിലോട്ട് പോകുന്നതിൽ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും ലാംഗ്വേജ് വിസ ആണെങ്കിലും 18 to 30 ആണ് ബെസ്റ്റ് പീരിയഡ് ടു അപ്ലൈ. ആ ഒരു പീരീഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ഒരു 30 കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കൂടുതൽ ജസ്റ്റിഫിക്കേഷൻസും റീസൺസും ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഏത് ഇൻടേക്കാണ് കുറച്ചും കൂടി പോകാനായിട്ട്? ഇപ്പോൾ ഓരോരോ ഇൻടേക്ക് വരുമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഏത് ഇൻടേക്കിലോട്ടായിരിക്കും? മെയിൻലി വരുന്നത് ഫാൾ ഇൻടേക്കും സ്പ്രിംഗ് ഇൻടേക്കും ആണ്. കുറച്ചുകൂടി നമ്മൾ ജപ്പാൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാനാണെങ്കിൽ സ്പ്രിംഗ് ഇൻടേക്ക് ആവും നല്ലത്. കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ സക്കുര പൂക്കളും ചെറി ബ്ലോസം എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഫോൾ ആണെങ്കിൽ ഓട്ടം സീസൺ ആവും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നേരെ വിൻ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ തണുപ്പൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്പ്രിംഗ് ഇൻടേക്കാണ് ബെറ്റർ. അത് മാത്രമല്ല ഇയറിൻ്റെ സ്റ്റാർട്ടിലാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്കൊരു അക്കാഡമിക് ഇയർ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ മെയിനായിട്ട് കുറേ സ്റ്റുഡൻസ് ഇവിടെ വരുന്ന ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ലാംഗ്വേജ് പഠിക്കണോ? ജപ്പാനിലോട്ട് പോകാനായിട്ട് ഈ ലാംഗ്വേജ് പഠിക്കാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ ലാംഗ്വേജ് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ്? ജപ്പാനിലോട്ട് പോകാൻ ലാംഗ്വേജ് പഠിക്കാതെയും പോകാൻ പറ്റും. പക്ഷെ ജപ്പാനിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായും ലാംഗ്വേജ് വേണം.
അത് ഒന്നെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് പഠിച്ചു പോവാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് പഠിച്ചു തുടങ്ങാം. എങ്ങനെയായാലും പഠിക്കൽ മസ്റ്റാണ്. ഇവിടുന്ന് പഠിക്കണതാണോ അവിടെ നിന്ന് പഠിക്കണതാണോ കുറച്ചും കൂടി? ഇവിടുന്ന് പഠിക്കുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് അവിടെ പോകുമ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പീരീഡിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുന്നേ പഠിച്ചു പോവുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോബ്സിനാണെങ്കിലും അല്ലാതെ സർവൈവൽ സ്കിൽസ് തന്നെ നമുക്ക് ജാപ്പനീസ് ലാംഗ്വേജ് അറിഞ്ഞാൽ ഒരുപാട് കൂടും. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് പഠിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജോലിയുടെ കാര്യങ്ങളായാലും പാർട്ട് ടൈം ആയാലും പെട്ടെന്ന് നമുക്ക് ഈസി ആയിരിക്കും. അതർവൈസ് കുറച്ച് ടൈം പീരീഡ് ഉണ്ട് അവിടെ. അതെ, നമ്മൾ എന്ത് കാര്യം അവിടെ ജോബാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ജാപ്പനീസ് ലാംഗ്വേജ് അറിയെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലാണെങ്കിലും ജോബ് സീക്കിംഗ് സെക്ടറിലാണെങ്കിലും നമ്മൾ ഒരു പടി മുന്നിലായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും ലാംഗ്വേജ് അറിയൽ അവിടെ. പിന്നെ നമുക്ക് ഇംഗ്ലീഷും കൂടി അറിയാം. നമ്മൾ ബൈലിംഗ്വൽ ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടുതലാണ്. അവിടെ കൂടുതൽ ആളുകൾ ജാപ്പനീസ് ലാംഗ്വേജ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇംഗ്ലീഷാണോ ജാപ്പനീസിനാണോ അവർ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത്? പ്രയോറിറ്റി തീർച്ചയായും ജാപ്പനീസ് ലാംഗ്വേജിന് തന്നെയാണ് കൊടുക്കുന്നത്. കൂടുതലെല്ലാം ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ജാപ്പനീസ് ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് വെരി റെയർലി ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. പക്ഷേ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ ജാപ്പനീസ് ലാംഗ്വേജിലാണ് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുക. ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. മെയിൻലി ജാപ്പനീസ് തന്നെയാണ് എല്ലാവരും. ജാപ്പനീസ് പഠിക്കാൻ എളുപ്പമായിരുന്നോ അതോ ടൈം എടുത്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലായതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ മാൻഡേറ്ററി ആയിട്ട് ജാപ്പനീസ് പഠിക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് സെമസ്റ്ററിലും കൂടി ജാപ്പനീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക് സർവൈവലിനുള്ള ജാപ്പനീസ് നമുക്ക് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായി. പിന്നെ സർവൈവലിനുള്ള ജാപ്പനീസ് പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പോയി. ഓക്കെ, ഇപ്പൊ കുറേ പേർക്ക് ഉള്ളൊരു അറിയാത്തൊരു സംഭവമാണ് ഈ ജാപ്പനീസ് ലാംഗ്വേജ് വിസ എന്നൊരു സംഭവമുണ്ട്. അത് ഒരുപാട് സ്റ്റുഡൻസിനും പുറത്തും അറിയത്തില്ല. അതെന്താണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്തൊക്കെയാ? ജാപ്പനീസ് ലാംഗ്വേജ് വിസ എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസേൻ്റെ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു വിസ ടൈപ്പാണ്. അത് മാക്സിമം 2 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരിക. ലാംഗ്വേജ് ആണ് പഠിക്കുക. ജാപ്പനീസ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ഏത് കരിയറിലാണെങ്കിലും അതിൽ നമുക്ക് ഒന്നും കൂടെ എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് കൂടെ ഉണ്ടെങ്കിൽ അത്രയും നന്നാവും. പിന്നെ ഇപ്പോൾ ജപ്പാനിലെ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വർക്കിംഗ് പോപ്പുലേഷൻ കുറവും ഏജ്ഡ് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബൈലിംഗ്വൽ ആയിട്ടുള്ള ആളാണ്, നമ്മൾ നല്ലൊരു കരിയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്, ജാപ്പനീസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ജപ്പാനിൽ ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറേ പേര് ജാപ്പനീസ് ലാംഗ്വേജ് വിസ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലാംഗ്വേജ് നമുക്ക് ഒരു 2 years കൊണ്ട് N1 ലെവൽ വരെ, അതായത് ദ ബെസ്റ്റ് ലെവലിൽ ജാപ്പനീസ് ലാംഗ്വേജ് വരെ എത്താൻ പറ്റും. ഇപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ നിന്നും പഠിക്കുന്നുണ്ട്, ദെൻ അവിടെ ചെന്നിട്ട് ജപ്പാനിൽ ചെന്നിട്ടും പഠിക്കുന്നുണ്ട്. അപ്പോൾ റിസൈഡ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ നിന്ന് പഠിക്കുന്നതാണോ ബെറ്റർ അതോ അവിടെ ചെന്നിട്ട് പഠിക്കുന്നതാണോ ബെറ്റർ? ലാംഗ്വേജ് നമ്മൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോഴാണ് നല്ലപോലെ പഠിക്കാൻ പറ്റുക. അപ്പോൾ എങ്ങനെയായാലും അവിടെ പോയി പഠിക്കുമ്പോഴാണ് നമുക്ക് നേറ്റീവ് വേ ഓഫ് സ്പീക്കിംഗ് പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ ആവും മേ ബി നാട്ടിൽ നിന്ന് പഠിച്ചു പോകുമ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കുക. അതിൻ്റെ ആക്സെൻറ്റും എല്ലാം ഡിഫറെൻ്റ് ആവും. പിന്നെ അവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാൽ എങ്ങനെയായാലും നമ്മൾ അപ്ലൈ ചെയ്യണം, ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ നിർബന്ധിതരാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയായാലും നമ്മളെ സ്കിൽ ഇമ്പ്രൂവ് ആക്കും. ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാവും ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇവിടെ നിന്ന് പഠിക്കണേക്കാളും കുറച്ചും കൂടി അവിടെ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ആളുകളായിട്ട് സംസാരിക്കുകയും കുറച്ചും കൂടി നമ്മുടെ സ്കില്ലും കാര്യങ്ങളും ഡെവലപ്പ് ആക്കാനായിട്ട് പറ്റും. അതെ, അപ്പോൾ കുറച്ചുകൂടി നല്ലത് അവിടെ നിന്ന് പഠിക്കുന്നതായിരിക്കും. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും എംപ്ലോയീസ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് റീഡിങ് റൈറ്റിംഗ് ലിസണിങ്ങിലുപരി നേറ്റീവ് സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായാലും അവിടെ പോയിട്ട് ലാംഗ്വേജ് പഠിക്കുന്നതന്നെയാണ് ബെറ്റർ. ഇപ്പം നമ്മൾ ജപ്പാനിലോട്ട് ചെന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര ടൈം പീരീഡിലായിരിക്കും നമുക്ക് അവിടെ ജോബ് കിട്ടുക? അതായത് ഫോർ എക്സാമ്പിൾ പാർട്ട് ടൈം ജോബൊക്കെ ഉണ്ടല്ലോ, അതിന് എന്തോരം ടൈം എടുക്കും? റിസ പാർട്ട് ടൈം ജോബ് അവിടെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. പാർട്ട് ടൈം ജോബ് കിട്ടുന്ന ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ലാംഗ്വേജ് പ്രൊഫഷൻസി ലെവൽ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടുക. നമ്മൾ വളരെ ബേസിക് ലെവലാണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് കിട്ടുന്നത് വെയർ ഹൗസസ് അല്ലെങ്കിൽ പാക്കേജിങ് അങ്ങനത്തെ സ്ഥലങ്ങളിലാവും. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ലാംഗ്വേജ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, റാമൻ ഷോപ്സ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിലും കൂടുതലാണെങ്കിൽ മക്ഡൊണാൾഡ്സ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ. പിന്നെ നമ്മളെ ലാംഗ്വേജ് ലെവൽ ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഇൻറ്റേൺഷിപ്സും കാര്യങ്ങളും നല്ല നല്ല പാർട്ട് ടൈം ജോബ്സ് കിട്ടും. അപ്പോൾ ജോബിന് പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ കിട്ടും, അധികം ടൈം പീരീഡ് വരത്തില്ല, കുറേ ലാഗ് വരത്തില്ല അന്വേഷിച്ച് ജോബ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇല്ല, നമുക്ക് ലാംഗ്വേജ് അറിയുമെന്നുണ്ടെങ്കിൽ ഒട്ടും ലാഗ് ഉണ്ടാവില്ല. ലാംഗ്വേജ് അറിയാത്ത നമ്മൾ ലൈക്ക് ബേസിക് ലെവൽ ആകുമ്പോഴാണ്
നമുക്ക് ഈ വെയർ ഹൗസിലൊക്കെ ജോലി ചെയ്യേണ്ടി വരിക. കൂടുതലും സ്റ്റുഡൻസ് അവിടെ ഏത് ഇതിനകത്തോട്ടായിരിക്കും ജോബ് നോക്കുന്നത്? പാർട്ട് ടൈം ജോബ്സ് പാർട്ട് ടൈം ജോബ്സ് മോസ്റ്റ്ലി റെസ്റ്റോറൻറ്റ്സിലും കാര്യങ്ങളിലാണ് ഉണ്ടാവുക. വലിയ ഹെവി ജോബൊന്നും ആവില്ല. നമ്മൾ വെൽക്കം ചെയ്യാനും പിന്നെ കുക്കിംഗ് ആണെങ്കിലും നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഭയങ്കര ഹെവി വർക്ക് ലോഡ് ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമുക്ക് ജാപ്പനീസ് അറിയുമെന്നുണ്ടെങ്കിൽ നമ്മളെ ജോബിൻ്റെ ഈസ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് എത്രത്തോളം ജാപ്പനീസ് അറിയും അത്രത്തോളം നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജാപ്പനീസ് ലാംഗ്വേജ് എന്തോരം അറിയുന്നോ അത്രയും നമുക്ക് ബെറ്റർ ആയിരിക്കും ജപ്പാനിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ജോബായാലും സ്റ്റഡീസ് ആയാലും. അതെ. ഇപ്പോൾ ഒരുപാട് നമുക്കായാലും DM ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഒരുപാട് പേര് മിസ്ലീഡ് ചെയ്തിട്ട് നമ്മുടെ ജപ്പാനിലോട്ട് എത്തുന്നുണ്ട് കുറേ ആളുകൾ. അപ്പം അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? വെരി റീസെൻ്റ്ലി ഇൻസ്റ്റഗ്രാമിൽ ഒരു DM വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയാണ് 12th കഴിഞ്ഞിട്ട് ജപ്പാനിൽ എത്തിയതാണ് കുട്ടി. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായത് ആൾ വിസിറ്റിംഗ് വിസയിലാണ് വന്നിട്ടുള്ളത്, അതായത് ടൂറിസ്റ്റ് വിസയിലാണ് ജപ്പാനിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് അഡ്മിഷൻ എങ്ങനെയാണ് ഇനി ചെയ്യാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലോട്ടോ അല്ലെങ്കിൽ ജോബ് വിസയിലോട്ടോ അല്ലെങ്കിൽ ലാംഗ്വേജ് വിസയിലോട്ടോ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വിസ സ്റ്റാറ്റസ് അവിടെ എത്തിയതിന് ശേഷം കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോബ് വിസയിലോട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലോട്ടോ കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് വിസയിൽ നമുക്ക് അഡ്മിഷനോ അല്ലെങ്കിൽ ജോബ് സീക്കിങ്ങിനോ ഉള്ള ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഈ കുട്ടി പറ്റിക്കപ്പെട്ടതാണ്. എത്രയോ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് അവിടെ എത്തിയതാണ്. ആരോ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ എത്തിയിട്ട് നമുക്ക് വിസ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നേൽ കുട്ടി ഇനി വീണ്ടും തിരിച്ച് നാട്ടിലോട്ട് പോയി ഈ പ്രോസസ്സ് എല്ലാം നമ്മൾ നേരെയുള്ള പ്രോസസ്സ് ഒന്നുകൂടി ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജപ്പാൻക്കുള്ള വിസ പ്രോസസ്സ് കുറച്ച് ഹാർഡാണ്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ ജാപ്പനീസ് ലാംഗ്വേജ് പഠിച്ചിട്ട് ലാംഗ്വേജ് വിസ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ ജോബ് വിസ അങ്ങനെ കാറ്റഗറീസിൽ നമ്മൾ നേരെ വഴി ചൂസ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഈസി വേ ഇല്ല. അപ്പോൾ കുറച്ച് പാടാണ് ജപ്പാനിലോട്ട് എത്താൻ. അതെ. ഇപ്പോൾ ദുബായ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ വിസിറ്റിംഗ് എടുത്തിട്ട് കുറേ പേര് ജോബിന് പോയിട്ട് അവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് വിസ വരുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ എന്നൊരു ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ജപ്പാനിലോട്ട് വിസ തരാം അല്ലെങ്കിൽ ഇത്ര പൈസ തന്നാൽ നമ്മൾ ജാപ്പനീസ് വിസ റെഡിയാക്കി തരാം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. ആരും പോകരുത്. നമ്മൾ നേരെ വഴിയിലൂടെ പോയാൽ മാത്രമേ നമ്മൾ അവിടെ ഒരു ലോങ് ടേം നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈസി വേ ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഓക്കെ. റിസ ജപ്പാനിൽ എത്തിയ ശേഷം അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ ഫുഡ് കൾച്ചർ, അവിടുത്തെ ബ്യൂട്ടി, ഡ്രസ്സിങ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ഷെയർ ചെയ്യോ? ജപ്പാനിലെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നാട്ടിലെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ക്വൈറ്റ് ട്രാൻസിഷൻ തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ എണീറ്റാൽ ഇവിടെ നമ്മൾ ബസ്സിൽ പോകുന്നതിന് പകരം നമ്മൾ സൈക്കിൾ എടുത്തിട്ടാണ് മെട്രോ സ്റ്റേഷനിൽ പോകുന്നു. പിന്നെ കൂടുതൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ ജാപ്പനീസ് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ജാപ്പനീസ് ഫുഡ് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ. വന്ന സമയത്ത് റോ ഫിഷൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ബാക്കി ജാപ്പനീസ് ഫുഡൊക്കെ ഓക്കെയാണ്. നമ്മൾ നാട്ടിലെ ഫുഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹെവി ഫീലല്ല, ഭയങ്കര കംഫർട്ടബിൾ ഒരു ലൈറ്റ് ഫീലാണ് ഉണ്ടാവുക കഴിച്ച് കഴിയുമ്പോൾ. ഇഷ്ടപ്പെട്ടൊരു ഫുഡ്, എപ്പോഴും കഴിക്കുന്ന ഒരു ഫുഡ് ഏതാ പുറത്ത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ? എനിക്ക് രാമൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഹലാൽ ഓപ്ഷൻസ് രാമനിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് തെമ്പുര ഭയങ്കര ഇഷ്ടമാണ്. തെമ്പുര എന്ന് പറയുമ്പോൾ അത് നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഷ്രിമ്പോ ഫിഷോ അതൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഒരു ജാപ്പനീസ് വേ ഓഫ് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് തരുന്ന ഒരു സംഭവമാണ് തെമ്പുര. അത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. കൂടുതലും അതാണോ കഴിക്കുന്നത്? അതാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം മറ്റ് ഫുഡിൽ നമ്മൾ രാമൻ പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഹലാൽ ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഇത് കൂടുതലും ഹലാലായിട്ട് വെജിറ്റബിൾസ് ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്നു, ഇപ്പോൾ റിസ എങ്ങനെയായിരിക്കും അവിടെ എന്തൊക്കെയായിരിക്കും ഫുഡ് വേണം അല്ലെങ്കിൽ ഇന്ന ഫുഡാണ് എനിക്ക് വേണ്ടത്, മെനു തരൂ, ഇതൊക്കെ എങ്ങനെ ജാപ്പനീസിൽ പറയും? നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവരെന്തായാലും മെനു നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം അരിഗത്തോ ഗോസൈമാസ്, താങ്ക് യു പറയും. അരിഗത്തോ ഗോസൈമാസ്, താങ്ക് യു അതിന് കിട്ടി, താങ്ക് യു പറയും. പിന്നെ നമ്മൾ റെക്കമെൻഡഡ് ഫുഡ് മെനു എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒ സുസുമേ വന്നാന്തേസ്ക്, അതായത് വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് മെനു ചോദിക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒയ്ഷി എന്നാണ്, ടേസ്റ്റി എന്നുള്ളതിന് ഒയ്ഷി എന്നാണ് പറയുക. ഒയ്ഷി. അപ്പോൾ നമുക്ക് ഒയ്ഷി ദേസ് അല്ലെങ്കിൽ ഒയ്ഷി കത്ത ദേസ് പറയുമ്പോൾ വെരി ടേസ്റ്റി, അങ്ങനെ നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പൊ ചെറിയ ചെറിയ വേർഡാണ് നമ്മളിങ്ങനെ മലയാളത്തിൽ പറയണ പോലെ ഇങ്ങനെ കണ്ടിന്യൂ ഇല്ല. ജാപ്പനീസ് ലാംഗ്വേജിൽ ചെറിയ ചെറിയ വേർഡ്സ് ആയിട്ടാണ് നമ്മൾ അവിടെ സംസാരിക്കുന്നത്. അതെ, ഓക്കെ. കൂടുതലും നമ്മൾ ജസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അവർ കൂടുതൽ ജസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് വേർഡ്സിനേക്കാളും കൂടുതൽ. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ വുമൻസിനൊക്കെ ആയാലും എത്രത്തോളം സേഫ്റ്റി ഉണ്ട് ജപ്പാനിൽ മറ്റ് കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ? എങ്ങനെയാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ? സേഫ്റ്റി വൈസ് ജപ്പാന് വളരെ ഹൈ റാങ്കിൽ തന്നെയാണ് നിൽക്കുന്നത്. വുമൻ സേഫ്റ്റി ആണെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് രാവിലെകളിലൊക്കെ ട്രെയിനിൽ മെട്രോയിൽ റഷ് അവറിലൊക്കെ വുമൻ കമ്പാർട്ട്മെൻറ്റ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് സേഫ്റ്റി വൈസ് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. ഏത് സമയത്താണെങ്കിലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വരാത്ത കാരണം അങ്ങനെ ഒരു കൺസേണേ വന്നിട്ട്. അങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഷെയർ ചെയ്ത് എന്തെങ്കിലും സംഭവങ്ങൾ, ഇപ്പം എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായിട്ട് അങ്ങനെ അത് ചെയ്ത് മീൻസ് ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നു പക്ഷെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് നല്ലതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവിടെ നമ്മളൊരു വുമൻ ആണെന്നുള്ള കാരണത്താൽ ഇതുവരെ ആരും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളൊരു ഫോറിനർ ആണെന്നുള്ളതിൽ മേ ബി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഉണ്ടാവാം. പക്ഷെ ആസ് ലോങ് ആസ് നമ്മൾ ജപ്പാനിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മളെ തന്നെ സേഫാക്കി നമ്മൾ ഒരു സേഫ് വേയിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഓക്കെ. നമ്മളിപ്പോൾ ജപ്പാനിൽ ചെന്നു, ഇപ്പോൾ കേരള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട് ഇപ്പോൾ ഒരു പഠിക്കാൻ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് കൂടുതലും മലയാളി ഗേൾസ് അല്ലെങ്കിൽ മലയാളീസിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. ഇപ്പോൾ നോർത്ത് സൈഡിലായാലും മലയാളി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇതാണ്. അപ്പോൾ അവർ ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? പൊതുവേ നമുക്ക് ഒരുപാട് ജാപ്പനീസ് ആൾക്കാരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവാകും. കൂടുതലും നമുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളുടെ അടുത്തായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കുക. അപ്പോൾ ഓഫ്കോഴ്സ് അവർ ഇന്ത്യൻസ് ആണെന്ന രീതിയിൽ നമ്മളങ്ങനെ ഫോറിനേഴ്സ് ആണ് അങ്ങനെ ഒരു വേർതിരിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞ പോലെ ആസ് ലോങ് ആസ് നമ്മൾ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വേറിട്ട് കാണാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും റൂൾ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ എടുത്തു നിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യേ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ നേരെ നോട്ടങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ നോട്ടീസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണ്, നമ്മൾ എന്താണോ ചെയ്യുന്ന കാര്യം അതിൽ മാത്രം നമ്മുടെ ബിസിനസ് മാത്രം മൈൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ജാപ്പനീസ് ആളുകളാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ കാര്യത്തിൽ വല്ലാണ്ട് ഇടപെടാനോ അല്ലെങ്കിൽ അത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ അത് ഏത് നേറ്റീവാണ് ആള് അങ്ങനെ നോക്കുന്ന ആൾക്കാരല്ല. പിന്നെ നമ്മൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക അല്ലെങ്കിൽ വഴി ചോദിക്കുമ്പോഴൊക്കെയാണ് കൂടുതലും നമ്മൾ ഇൻ്ററാക്ഷൻ വരിക ജാപ്പനീസ് ആൾക്കാരുടെ അടുത്ത്. അപ്പോഴാണെങ്കിലും അവർ എത്ര തിരക്കാണെങ്കിലും നമ്മളെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അവിടെ ഭയങ്കരമാണ്, ഭയങ്കര കൈൻഡാണ് ആൾക്കാർ. അതെ, നമ്മളിപ്പോൾ സൈക്കിളൊക്കെ ബ്രേക്ക് ഡൗൺ ആയാലൊക്കെ അവർ ബിസി ആണെങ്കിൽ പോലും അവർ തിരിച്ചു വന്ന് നമുക്ക് റിപ്പയർ ചെയ്ത് തന്നിട്ടൊക്കെ പോവുള്ളൂ. ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, ഭയങ്കര കൈൻഡാണ് ആളുകൾ. പിന്നെ വൺ തിങ് ടു ആഡ് ഇസ് ദാറ്റ് ഇന്ത്യൻസ് എന്ന് കേൾക്കും, അതായത് ഞാനിപ്പോൾ ഒരു ഇന്ത്യനാണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ഒരു എക്സൈറ്റഡ്, ഒരു ഹാപ്പി ഒരു ഫേസാണ് കാണിക്കുക. കാരണം അവർ ആദ്യം ചോദിക്കുക, ഓ സൗത്ത് ഇന്ത്യൻസിന് ഭയങ്കര ബുദ്ധിയാണല്ലോ, അങ്ങനെയാണ് ചോദിക്കുക. ഇപ്പൊ ഇവിടെയാണ് നമുക്കൊരു വിലയില്ലാത്തത്, അവിടെ ചെന്നാൽ ഭയങ്കര വില. അതിന് മെയിൻ കാരണം എനിക്ക് തോന്നുന്നു അവിടെ കൂടുതൽ ഇന്ത്യൻസ്, അതായത് സൗത്ത് ഇന്ത്യൻസ് എല്ലാം ഉള്ളത് IT ഫീൽഡിലാണ്. അപ്പോൾ അവിടെ എല്ലാം ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് മലയാളീസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ്, തമിഴൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, അങ്ങനെയാണ് ആദ്യം തന്നെ ചോദിക്കുക. പിന്നെ സെക്കൻഡറി ആയിട്ട് അവർ ചോദിക്കുമ്പോൾ അവിടെ കേരളത്തിൽ ഭയങ്കര ഗ്രീനറി, ഭയങ്കര പച്ചപ്പും ഹരിതാപമൊക്കെ അല്ല, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാവരും ഭയങ്കര ഹാപ്പി ഫേസോടെ തന്നെയാണ് ഇന്ത്യൻ ആണ് എന്ന് പറയുമ്പോൾ സംസാരിക്കുക. ഫുഡ് കാര്യങ്ങളൊക്കെ റിസയുടെ ഫ്രണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും? അവിടെ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും നിന്നുള്ള ക്യുസീൻ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ജാപ്പനീസ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാം ട്രൈ ചെയ്യും, എല്ലാ ഫുഡും അവർ ട്രൈ ചെയ്യും. ഇന്ത്യൻ ഫുഡ് ആണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ടർ ചിക്കൻ, നാൻ, അതൊക്കെയാണ് മോസ്റ്റ്ലി കഴിക്കുക. പിന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫുഡും അവർ ഭയങ്കര എന്തൂസിയാസത്തോടു കൂടിയാണ് ട്രൈ ചെയ്ത്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് അവിടെ ജാപ്പനീസിലുള്ള ആളുകൾക്ക് ഭയങ്കര ടൈമിൻ്റെ കാര്യം, പഞ്ച്വാലിറ്റി, ഡിസിപ്ലിൻ, അതൊക്കെ എങ്ങനെയാണ് അവിടെ ഭയങ്കരമായിട്ട് അവർ നോക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും, ജാപ്പനീസ് ആൾക്കാരാണെങ്കിലും ജപ്പാനിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര പങ്ക്ച്വൽ ആൻഡ് ടൈം സെൻസിബിളാണ്. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ
സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർ വീണ്ടും ഡെവലപ്മെന്റ് ചെയ്തെടുക്കുന്നതിന് ഒരു ടൈം ലിമിറ്റോ അല്ലെങ്കിൽ ഒരു ടൈം മാനേജ് ചെയ്ത് അങ്ങനെ വന്നുകൊണ്ട് അവർ ഭയങ്കര ടൈം സെൻസിബിൾ ആയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുകയാണെങ്കിൽ കറക്റ്റ് 9 മണി, അല്ലെങ്കിൽ ഒരു 9 മണിക്ക് ട്രെയിൻ വരും എന്ന് പറയുകയാണെങ്കിൽ അത് 9:05 അല്ലെങ്കിൽ 8:55 ആവില്ല, കറക്റ്റ് അത് 9 മണിക്ക് തന്നെ വരും. അപ്പം നമ്മൾ അവിടെ ഒരു 1 month ലീവ് ചെയ്യുമ്പോൾ തന്നെ നമ്മളും ആ ഒരു പാറ്റേണിനോട് അഡാപ്റ്റ് ആവും. ടൈം ആ ഒരു കറക്റ്റ് ഷെഡ്യൂളിലാണ് എല്ലാം. നമ്മളിപ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് ആവില്ല. ടൈമിന്റെ കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഭയങ്കര കൊടുക്കും. ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഇന്റർവ്യൂസിനൊക്കെ നമ്മൾ പോവുകയാണെങ്കിലും കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. പിന്നെ ഞാൻ കേട്ടി ഇങ്ങനെ ടാറ്റു ഇതുണ്ടെങ്കിൽ നമ്മുടെ കൈ ലെവലും ബോഡി ലെവലും ടാറ്റു ഉണ്ടെങ്കിൽ അവരത്ര അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. അത് സത്യമാണോ? അക്സെപ്റ്റ് ചെയ്യോ? അത് സത്യമാണ്. ടാറ്റു അവര് മിക്കവാറും ഓൺസെൻസോ അല്ലെങ്കിൽ സ്പാ പോലത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഓൺസെനിലാണ് മെയിനായിട്ട് ടാറ്റു ഫ്രണ്ട്ലി അല്ല ഒട്ടുമിക്ക ഓൺസെനുകളൊന്നും. ഓൺസെൻ എന്ന് പറയുമ്പോൾ ഹോട്ട് സ്പ്രിംഗ് ആണ്, ജാപ്പനീസ് നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ്. അത് വിൻ്ററിൽ ജാപ്പനീസ് ആൾക്കാർ കൂടുതൽ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒന്നും ടാറ്റു നമുക്ക് ഒന്നേൽ ഇപ്പോൾ കുറേ ഹോട്ടലുകളിലും കാര്യങ്ങളിലും ഒക്കെ ടാറ്റു കവർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ ടാറ്റു ഫ്രണ്ട്ലി അല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളൊന്നും. അപ്പോൾ ടാറ്റു അടിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് അവിടെ. ടൂറിസ്റ്റുകളാണ് പിന്നെയും കൂടുതൽ ടാറ്റു ആയിട്ട് ഇതാവുന്നത്. ഓക്കെ ഋഷഭ് ഇത്രയും ഡീറ്റെയിൽസ് എന്നോട് ഷെയർ ചെയ്തു. അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഷെയർ ചെയ്തു, ഫുഡ് ഷെയർ ചെയ്തു, അതേപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ബിഹേവിയർ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. അപ്പോൾ ഋഷിനി എങ്ങനെയാണ് ഫ്യൂച്ചറും കാര്യങ്ങളും? അതായത് ഇനി അവിടെ തന്നെ ഒരു സെറ്റിൽ ആവുക, അതേപോലെ ഒരു ജാപ്പനീസ് ആളെ കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ എന്താണ് ഫ്യൂച്ചർ പരിപാടീസ് ഇനി അങ്ങോട്ട്? ഫ്യൂച്ചറിൻ്റെ മെയിൻ പ്രയോറിറ്റി ഇപ്പോൾ ഗ്രാജുവേറ്റ് ആവണം. ഗ്രാജുവേഷൻ ഇനി 2.5 years ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നേറ്റീവ് ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടാക്കണം. അപ്പോൾ ഒരു N2 വരെയെങ്കിലും ഗ്രാജുവേറ്റ് ആവണതിൻ്റെ മുന്നേ എക്സാം എഴുതിയെടുക്കണം. അതൊക്കെയാണ് മെയിൻ പ്രയോറിറ്റി. എന്തായാലും ജാപ്പനീസ് ആളിനെ കല്യാണം കഴിക്കാൻ ഇപ്പോൾ പ്രയോറിറ്റി ഇല്ല. മെയിൻ പ്രയോറിറ്റി ലാംഗ്വേജ് റെഡി ആക്കണം. കാരണം നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ലാംഗ്വേജ് കൂടെ ഉണ്ടെങ്കിലാണ് കിട്ടുക. അപ്പോൾ അതാണ് മെയിൻ ഫ്യൂച്ചർ പരിപാടികൾ. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്തായാലും ജപ്പാനിലോട്ട് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്തായാലും ഇതിപ്പോൾ കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും, ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും. ഇപ്പോൾ ഒരു സേന ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ ആയാലും ഇപ്പം ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അപ്പോൾ അവരോടൊക്കെ എന്താണ് ഇനി പറയാനുള്ളത്? ഇപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവില്ല ഒരുപാട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് സ്വയം കണ്ടെത്തുക. നിങ്ങളെ അഭിരുചി എന്തിലാണെന്ന് മനസ്സിലാക്കുക, കോഴ്സ് കണ്ടെത്തുക, അത് ഏത് യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടെത്തുക. പിന്നെ നിങ്ങൾ ജപ്പാനിലോട്ട് വരുമ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണം. ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, ഇംഗ്ലീഷിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പഠിക്കാം. അപ്പോൾ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കലാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്ത് തുടങ്ങുക. ബാക്കി കാര്യങ്ങളൊക്കെ ജപ്പാനിൽ വന്നാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയെങ്കിൽ തന്നെ ബാക്കിയെല്ലാം ഈസി ആയിട്ട് നടക്കും. അപ്പോൾ ഇനി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിസയ്ക്ക് DM ചെയ്യുക. എന്തായാലും ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം വീഡിയോസുകൾ അപ്ഡേറ്റഡ് ആണ്. ഞാനും കാണാറുണ്ട് ജപ്പാനിലെ ഓരോ കാര്യങ്ങൾ റിസ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെയല്ലോ. അപ്പോൾ വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസുകൾ പറഞ്ഞു തന്ന് നമുക്കത് ഒരുപാട് ഹെൽപ്ഫുള്ളായി. കാരണം നമ്മുടെ സ്റ്റുഡൻസിനായാലും എല്ലാവർക്കും എനിക്കും കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ടാറ്റുവിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഹെൽപ്പായി. താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈമിൽ ഇവിടെ നമ്മുടെ ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമിയിൽ വരികയും ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ.